ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണല്ലോ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ആവശ്യമാണ് ഇൻ്ററിം റിലീഫ് അനുവദിക്കുക എന്നത്. എന്താണ് ഇൻ്ററിം റിലീഫ് അഥവാ ഇടക്കാല ആശ്വാസം? ഇതിനു മുൻപുള്ള പേ കമ്മീഷനുകൾക്ക് മുൻപ് ഇടക്കാല ആശ്വാസം നൽകിയിരുന്നു. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെ? ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. എന്താണ് ഇൻ്ററിം റിലീഫ് അഥവാ ഇടക്കാല ആശ്വാസം? ഇടക്കാല ആശ്വാസം അഥവാ ഇൻ്ററിം റിലീഫ് എന്നാൽ അന്തിമ വിധി വരുന്നതിന് മുൻപ് കേസിലോ ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലോ നൽകുന്ന താൽക്കാലിക ആശ്വാസമാണ്. കോടതി വ്യവഹാരങ്ങളിൽ ഇത് ഇടക്കാല ഉത്തരവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് മുൻപ് നൽകുന്ന അധിക തുകയെ ഇടക്കാല ആശ്വാസമെന്നും വിളിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലോ നടപ്പിലാക്കുന്നതിലോ കാലതാമസമുണ്ടാകുമ്പോൾ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ചോ അല്ലാതെയോ സർക്കാർ പ്രഖ്യാപിക്കുന്ന അധിക തുകയാണിത്. ചുരുക്കത്തിൽ അന്തിമ തീരുമാനം ആകും വരെ താൽക്കാലികമായി നൽകുന്ന സാമ്പത്തികമായ സഹായമാണ് ഇത്. ഇനി ഇൻ്ററിം റിലീഫ് അഥവാ ഇടക്കാല ആശ്വാസം എങ്ങനെയാണ് നൽകുന്നത്? ശരിക്കും ഇൻ്ററിം റിലീഫ് നൽകുന്നതിന് ഒരു പ്രത്യേക മാനദണ്ഡം ഒന്നുമില്ല. കേന്ദ്ര സർക്കാരിന് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ അത് നൽകാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ ലഭിക്കുന്ന ബേസിക് പെൻഷനിൽ 10% ഇടക്കാല വർധനവ് നൽകി ഇടക്കാല ആശ്വാസം നൽകാം. അല്ലെങ്കിൽ എല്ലാ പേ സ്കെയിലിലും ഉള്ളവർക്ക് ഒരു നിശ്ചിത സംഖ്യ കൂടുതലായി നൽകിയും ഇടക്കാല ആശ്വാസം നൽകാം. അതുമല്ലെങ്കിൽ ഇപ്പോഴുള്ള DADRന്റെ ഒരു നിശ്ചിത ശതമാനം ബേസിക് പെൻഷനിൽ മെർജ് ചെയ്ത് ഇടക്കാല ആശ്വാസം നൽകാം. ഇങ്ങനെ പല രീതികളിൽ ഇൻ്ററിം റിലീഫ് നൽകാൻ സാധിക്കും. 2026 ജനുവരി 1 മുതൽ നിലവിൽ വരേണ്ട 8ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. ഇനി 18 മാസം കൊണ്ട് മാത്രമേ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. അപ്പോഴേക്കും 2027 ജൂലൈ മാസമാകും. അതിനുശേഷം കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തി ഫൈനൽ ഡെസിഷൻ എടുക്കുമ്പോഴേക്കും 2028 ആകുമെന്നതിന് സംശയമില്ല. അതായത് ഏകദേശം 2 വർഷത്തിന് മുകളിൽ അധിക സമയമെടുക്കും. ഈ അവസരത്തിൽ ഉയർന്നു വരുന്ന ദൈനംദിന ജീവിത ചിലവുകൾ പരിഗണിച്ച് ഇടക്കാല ആശ്വാസം നൽകേണ്ടത് ആവശ്യമാണ്. ഇതിനു മുൻപുള്ള പേ കമ്മീഷനുകളിൽ ഇൻ്ററിം റിലീഫ് അഥവാ ഇടക്കാല ആശ്വാസം നൽകിയിട്ടുണ്ടോ? തീർച്ചയായും നൽകിയിട്ടുണ്ട്. 2ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള ശമ്പളവും പെൻഷനും ലഭിക്കേണ്ടത് 1 ജൂലൈ 1957 മുതലായിരുന്നു. എന്നാൽ പേ കമ്മീഷൻ രൂപീകരിച്ചത് ഓഗസ്റ്റ് 1957 റിപ്പോർട്ട് സമർപ്പിച്ചത് 1959 ഓഗസ്റ്റിലുമാണ്. അതായത് 2 വർഷങ്ങൾക്ക് ശേഷം. ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാർ ഇടക്കാല ആശ്വാസമായി 1957 ജൂലൈ 1 മുതൽ എല്ലാവർക്കും ശമ്പളത്തിൽ 5 രൂപ വർധനവ് നൽകിയിരുന്നു. ഇതുപോലെ തന്നെ 3ാം ശമ്പള കമ്മീഷനിലും ഇൻ്ററിം റിലീഫായി പേ സ്കെയിൽ അനുസരിച്ച് 29 രൂപ മുതൽ 50 രൂപ വരെ ഇടക്കാല ആശ്വാസം നൽകിയിരുന്നു. 5ാം ശമ്പള കമ്മീഷനിൽ ഇടക്കാല ആശ്വാസമായി ബേസിക് പേയുടെ 10% നൽകിയിരുന്നു. 6ഉം 7ഉം ശമ്പള കമ്മീഷനുകൾ ഇടക്കാല ആശ്വാസം നൽകിയില്ല. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ സാങ്ഷൻ ആകാൻ കാലതാമസമെടുക്കുമെന്നതിനാൽ 50% DADR ബേസിക്കിൽ മെർജ് ചെയ്ത് ഇൻ്ററിം റിലീഫ് അഥവാ ഇടക്കാല ആശ്വാസം നൽകണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.